ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തിനെ ഞാൻ അറിയിക്കുന്നു. പ്രഭാതത്തിൽ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീപ്പാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, സ്തോത്രം കരയറ്റം. ഈ ദിവസം മുഴുവൻ കർത്താവ് നമ്മളെ കൺമണി പോലെ കാക്കേണ്ടതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എന്നാ പറയാൻ പോകുന്ന സങ്കീർത്തനം 91 സങ്കീർത്തനമാണ്. 91 സങ്കീർത്തനം ഇതിനകത്ത് അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും. അപ്പോൾ അത്യുന്നതൻ ആരാ? അത്യുന്നതൻ ദൈവമാണ്. അപ്പം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കേട്ടോ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതം കോട്ടയും. ഇപ്പം നമ്മൾ പറയും സങ്കേതമായി, കോട്ടയായി, കാവലായി കർത്താപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും, കാവലായി, കോട്ടയായി കർത്താപ്പച്ചൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും പറയാൻ സാധിക്കും. അതാണ് യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. അപ്പം നമ്മൾ ആശ്രയിക്കുന്ന ആരിലാണ്? ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ആ ദൈവം നമുക്ക് കാവലായി, കോട്ടയായി ഇരിക്കും. സ്തോത്രം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഈ കോഴി തൂവലുണ്ടല്ലോ, തൂവലിങ്ങനെ ചിറകൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വിടർത്തി അവൻ തൂവലൊക്കെ ഇങ്ങനെ വയ്ക്കും. അതിൻ്റെ കീഴല്ല അതിൻ്റെ കുഞ്ഞുങ്ങളെ ഭദ്രമായി സൂക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയൻ കീഴി സൂക്ഷിക്കുന്ന പോലെ കർത്താപ്പച്ചൻ നമുക്കൊരു ദോഷം പറ്റാതെ വണ്ണം കർത്താപ്പച്ചൻ നമ്മളെ പരിപാലിക്കും. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അപ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങളെ ചെറിയ കീഴ് എന്തെങ്കിലും കാക്കയോ അല്ല അതേപോലെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ചെറിയ കീഴിൽ ഇങ്ങനെ അടക്കി നിർത്തും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചെറിയൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് വിശ്വസ്തത ആരാ? വിശ്വസ്തതയായിട്ടുള്ള ആളാരാ? ദൈവമാണ്. പരിചയം പലകയുമായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഇപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ കടന്നുറങ്ങുമ്പോൾ നമുക്ക് ചിലപ്പം രാത്രി അന്ധകാരമില്ലേ, വെളിച്ചമില്ലല്ലോ. അപ്പം നമുക്ക് ഉള്ളിൽ ഭയം തോന്നും. അപ്പം ആ ഭയത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നമുക്കൊരു വെളിച്ചമൊക്കെ കാണുന്നതാണ് ഒരു സന്തോഷം. ഇപ്പോൾ വലിയ ഇരുട്ടൊക്കെ ആണെങ്കിലും അതിനകത്തൊരു ചെറിയൊരു വെട്ടം കണ്ടാൽ നമുക്കെന്താ ഒരു സന്തോഷമായിരിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാലോ. ഞാനുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനു പേടിക്കണം? ഒരു കാര്യത്തിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഭയത്തിൽ നിന്നും മറ്റ് പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കാൻ സർവശക്തനായ ഞാൻ ഉണ്ട്, അതായത് ദൈവമുണ്ട് എന്ന് എല്ലാവർക്കും ഉള്ള ആളാണ് ദൈവം. നിൻ്റെ വശത്ത് 1000 പേര്, ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, ഇത്ര വരാം 1000 പേര്. നിൻ്റെ വലത്ത് വശത്ത് 10,000 പേര്. അപ്പം ഒരു വശത്ത് 1000 പേര്, മറ്റേ വശത്ത് 10,000 പേര്. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒരു ബാധയും നിന്നോട് അടുക്കാതെ ദൈവം പരിപാലിക്കും. നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് ഒരു പ്രതിഫലം കാണും. യഹോവയെ നീ എൻ്റെ സങ്കേതമാണ്. കണ്ട, അപ്പം ഇവിടെ എന്താണ്ട് സങ്കേതമായി കോട്ടയായി. കണ്ട, ആദ്യം പറയുന്നുണ്ട് സങ്കേതമായി കോട്ടയായി എന്ന് പറയുന്നുണ്ട്. ഇതുണ്ട് ഇവിടെയും വന്നിട്ട് യഹോവ നീ എൻ്റെ സങ്കേതമാണ്. കണ്ട, ഇതുകൊണ്ടാണ് വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ എല്ലാം വിട്ടുവയ്ക്കുന്ന ദൈവം എൻ്റെ സങ്കേതമായിരിക്കുന്നുണ്ട്. കണ്ടോ, യഹോവ നീ അതിനെ നിൻ്റെ വാസസ്ഥലമാക്കില്ല. അപ്പം എന്താണ് 91 സങ്കീർത്തനം ആദ്യത്തിൽ തന്നെ അത്യുന്നതൻ പറയുന്നുണ്ട്. പിന്നെ സങ്കേതമായിക്കോട്ടെ. ഈ 9 വാക്യത്തിലും നീ അത്യുന്നതന് നിൻ്റെ വാസസ്ഥലമായിരിക്കും. ഒരു അനർത്ഥവും നിന്നെ ഭവിക്കില്ല. കണ്ടോ, ഒരു അനർത്ഥവും ഭവിക്കാതെ, ഒരു ബാധ എടുക്കാതെ കർത്താപ്പച്ചൻ നമ്മളെ പരിപാലിക്കും. എപ്പോഴും പരിപാലിക്കും. ഒരു ടൈം മാത്രമല്ലേ, എപ്പോഴും നമ്മളെ പരിപാലിക്കും. നിൻ്റെ കല്ലിൽ തട്ടിപ്പോകാതിരിക്കട്ടെ അവൻ നിൻ്റെ കൈകളിൽ വഹിക്കും. കേട്ടോ, കൈകളിൽ അവൻ്റെ ഉള്ളം കൈ നമ്മളെ വഹിക്കും. ഈ ഉള്ളം കൈക്ക് ഭയങ്കര ഇതാണ്, ഉള്ളം കൈ. കണ്ടോ, ഈ ഉള്ളം കൈയിൽ നമ്മളെ വഹിക്കാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. നമുക്ക് ഈ പാമ്പിനെയൊക്കെ കാണുമ്പോൾ എന്നാ
പേടിയാണ്. മൃഗങ്ങളെയൊക്കെ ചില മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. സിംഹത്തിന്മേലും അടലിന്മേലും ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനും വിധിച്ചിടും. പെരുമ്പാമ്പ് വലിയതല്ലേ, പെരുമ്പാമ്പിനെ കണ്ടാൽ എന്നാ വലിയതും ചെറുത് പല ടൈപ്പിലുള്ളതുണ്ട്. വലിയ പെരുമ്പാമ്പിനെയൊക്കെ കണ്ടാൽ നമുക്ക് പേടി വരും. അവൻ എന്നോട് പറ്റിയിരിക്കെ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. കേട്ടോ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം വരലും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. കണ്ടോ, ഞാൻ കണ്ടോ, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, ഞാൻ അവനോട് പറ്റിയ എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം കണ്ട ദൈവം പറഞ്ഞു, ദീർഘായുസ്സുണ്ട്, ഞാൻ അവന് തൃപ്തി വരുത്തും. എങ്ങനെയുള്ളവർക്ക് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നീളും കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവം. കണ്ടോ, ആശ്രയം, സങ്കേതം, കോട്ട, അത് കാര്യങ്ങൾ 92 ആദ്യത്തെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പറയുന്നുണ്ട്. ഇടയ്ക്ക് എന്തുകൊണ്ട് അവസാനം ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരും. ദീർഘായുസ്സോടുകൂടി ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ, എത്രയോ പേരുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അത് വലിയൊരു നന്മയാണ്, വലിയൊരു കരുണയാണ് ദൈവത്തിൻ്റെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. കണ്ടോ, അപ്പം കോട്ടയാണ്, സങ്കേതമാണ്, അതുപോലെ തന്നെ കാവലായി നിൽക്കുന്നയാളാണ്, പരിചയം നിൽക്കുന്നയാളാണ്. പിന്നെ അവസാനം നമുക്ക് ദീർഘായുസ്സ് തരികയും ചെയ്യും. രക്ഷ, ഇപ്പം നമ്മുടെ രക്ഷകനാണ്, എന്നെ വീണ്ടെടുത്ത് എൻ്റെ രക്ഷകനാണ് എൻ്റെ ദൈവം എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും. കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയാലുവാണ് നമ്മുടെ ദൈവം ആണ്. കണ്ടോ, 92 ഒരു ബാധയെടുക്കാതെ ദൈവം തമ്പുരാൻ നമ്മളെ പരിപാലിക്കും, സങ്കേതമാകും, കോട്ടയാകും, കാവലാകും. ഉണ്ടോ, അങ്ങനെയുള്ള നമ്മുടെ കല്ല് തട്ടിപ്പോകാതെ ഉണ്ടോ, അതുപോലെ തന്നെ മൃഗവ്യാധി, അങ്ങനെ ഓരോ പ്രയാസങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കും. വേണ്ട, അതിൽ നിന്നെല്ലാം വരാമാകുന്ന ആപത്തനർത്ഥങ്ങൾ, രോഗദുഃഖാദികളിൽ നിന്ന് വിടുവിക്കാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അതിൻ്റെ മുമ്പിൽ നമ്മളെ സമർപ്പിച്ച് ജീവിച്ച് നോക്കിക്കേ, ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് പകർന്നു തന്ന് ദൈവം തമ്പുരാൻ നമ്മളെ കാത്തു പരിപാലിക്കും. നമ്മളുടെ ഇടുപ്പിൽ, നടപ്പിൽ, കിടപ്പിലും എല്ലാം കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. ചെറുതായിട്ട് നമ്മൾ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കാലൊന്ന് സ്ലിപ്പായാൽ മതി, നമുക്ക് എന്തൊരു വേദന വരും അല്ലേ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് കർത്താവ് വെച്ച് നമ്മളെ വിടുവിക്കുന്നുണ്ട്. ഈ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മളൊന്ന് ജീവിച്ച് നോക്കിക്കേ. ഈ എല്ലാ കുഞ്ഞുങ്ങളൊക്കെ ഈ 92 സങ്കീർത്തനം എന്നും തന്നെ വായിക്കണം. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഈ ജെസ്സിയാറ്റി ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത് ഇഷ്ടമാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം.